വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കാര്യപരിപാടികൾ ആരംഭിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വിദ്യ കൊണ്ടുള്ള അഭ്യാസങ്ങൾ. ഇതുപോലുള്ള അഭ്യാസങ്ങൾ. ജോസ്മോനും കിട്ടി സർട്ടിഫിക്കറ്റ്. ജോസ്മോന്, അതായത് നമ്മുടെ മാണി സാറിൻ്റെ MP മോന്. ജോസ്മോൻ എന്തിനാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്നല്ലേ അത് കൊടുത്തവർ പറയും. നമ്മുടെ ഈ യോഗയിൽ പങ്കെടുത്ത ആരാധനായ MP ജോസ് മാണി അവർക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് യൂത്ത് കമ്മീഷൻ ഇതിലിത്ര പുതുമയൊന്നുമില്ല. ക്ലാസ്സിലേക്ക് നോക്കി നിന്നാൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമ്പ്രദായം കേരളത്തിൽ പണ്ടേ ഉള്ളതാണല്ലോ. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കെ നമ്മുടെ സർക്കാർ ഒരു പുതിയ യജ്ഞം കൂടി ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനുള്ള യജ്ഞം. കേരളത്തിൽ എല്ലാവരും എല്ലാം മറന്ന് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിനൊപ്പം ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹായജ്ഞം സംസ്ഥാന സർക്കാരിൻ്റെ 4 മിഷനുകളിലെ ഒരു മിഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ അഭിമാനപൂർവ്വം, സന്തോഷപൂർവ്വം, ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എന്തു ധൈര്യത്തിലാണ് ഈ മുഖ്യമന്ത്രി ഇങ്ങനെ യജ്ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുന്നേറുന്നത് എന്ന് അത്ഭുതപ്പെടുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞോളുക, അതെല്ലാം വിജയിപ്പിച്ചെടുക്കാനുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം ഈ യജ്ഞം തന്നെ, ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത ഈ യജ്ഞം. പൊതുവിദ്യാലയങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിന് നേതൃത്വം നൽകാൻ നമ്മുടെ സംസ്ഥാനത്ത് മാതൃകാപരമായ രീതിയിൽ തന്നെ ആ രംഗത്ത് പ്രവർത്തിച്ച ഒരാളെ നമുക്ക് ലഭിക്കുകയും ചെയ്തു. അതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുൻപ് MLA എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളെയും ഒരു പ്രത്യേക രീതിയിൽ കാലാനുസൃതമാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. അതിൽ വിജയിക്കുകയും ചെയ്തു. അത് രവീന്ദ്രൻ മാഷക്ക് തീർച്ചയായും സാധിക്കും. കാരണം അദ്ദേഹം എന്തു പ്രശ്നത്തെയും സമീപിക്കുന്നത് ശാസ്ത്രീയമായിട്ടാണ്. പൊതുവിദ്യാലയങ്ങളെ, പൊതുവിദ്യാഭ്യാസത്തെ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും മൂർത്തമായിട്ടുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ഉദാത്തമായ ലക്ഷ്യമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ആ യജ്ഞത്തിലേക്ക് ശാസ്ത്രീയമായി നീങ്ങുമ്പോൾ ആദ്യം ക്ലാസുകളെ ഹൈടെക് ആക്കും, പിന്നീട് സ്കൂളുകളെ ഹൈടെക് ആക്കും. അങ്ങനെ സ്കൂളുകളെ ഹൈടെക്കാക്കി, ക്ലാസ്സുകളെ ഹൈടെക്കാക്കി, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സങ്കേതങ്ങളെല്ലാം കേരളത്തിൽ വരുമ്പോൾ മറ്റെവിടെയും ഉള്ളതിനേക്കാൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടാകും എന്നുള്ള അവസ്ഥ സൃഷ്ടിക്കുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ സംസ്ഥാന സർക്കാരും രവീന്ദ്രൻ മാഷും കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിലാണ് അവരുടെ മുന്നിൽ വേറൊരവസ്ഥ വന്നു വീണത്. ഊരാക്കുടുക്ക് പോലെ ഒരു വല്ലാത്ത അവസ്ഥ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്വകാര്യ സ്ഥാപനമാണോ പൊതുസ്ഥാപനമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അതിന് ഭൂമി കൊടുത്തത് സർക്കാരാണ്, ഗ്രാൻറ്റും കൊടുക്കുന്നുണ്ട്. സ്ഥാപനം പക്ഷേ സ്വകാര്യ മുതലാളിയുടേതാണ്.
ഒരു സ്ഥാപനത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ സ്ഥാപനത്തിന്റെ നടപടികൾക്കെതിരായി പ്രതിഷേധിക്കുന്നത് കേരളത്തിലെ അപൂർവമായ ഒരു സന്ദർഭമാണ്. അപൂർവമായ ഈ കേസ് പരിശോധിച്ചപ്പോൾ പൊളിമിക്സിന് ബോധ്യമായത് സ്ഥാപനം സ്വകാര്യ സ്ഥാപനമാണെങ്കിലും പ്രശ്നങ്ങൾ പൊതുവായ പ്രശ്നങ്ങളാണ് എന്നതാണ്. ഇങ്ങനെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ നടക്കുന്നു. വിദ്യാർത്ഥികളെ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുമ്പോൾ എന്താണോ വിവക്ഷിക്കുന്നത്, അതിൻ്റെ മേധാവി എന്ന് പറയുമ്പോൾ എന്താണോ വിവക്ഷിക്കുന്നത്, അതിനൊക്കെ ഘടകവിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ സർക്കാർ കേവലം നോക്കുകുത്തിയെ പോലെ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. ഇതുതന്നെയാണല്ലോ കാനം സഖാവും കുമ്മനം സംഘാവും പറയുന്നത്. ഇത് കേവലം ഒരു വിദ്യാർത്ഥി സമരമാണ്. ആ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ കൊടുക്കാനാണ് ഞങ്ങളെപ്പോലുള്ളവർ എത്തുന്നത്. അവർക്ക് സഹായം കൊടുക്കാൻ, അവർക്ക് ധാർമ്മികമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകാൻ, അവർക്ക് അഭിവാദ്യമർപ്പിച്ച്, അവർക്ക് ശേഷിയും ശേമുഷിയും പകർന്നു കൊടുത്ത്, അവർക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ ശക്തിയും പകർന്നു കൊടുത്ത് അവരെ സമരഭൂമിയിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ട പ്രേരണയും പ്രചോദനവും കൊടുക്കുകയാണ് ഞങ്ങൾ. പക്ഷെ ഈ സമരത്തിന്റെ മുഖം മാറും, ഭാവം മാറും. അത് ശരിയാണ്. ഇങ്ങനെ പോയാൽ ഏതു സമരത്തിൻ്റെയും സ്വഭാവം മാറും. അത് മാറും മുമ്പ് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കിടക്കുകയാണ്. തിരിച്ചു വന്നിട്ട് നോക്കാം മാറിയോ ഇല്ലയോ എന്ന്.